ഹലോ, ഇന്ന് മീൻകറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ സവാളയും തക്കാളി ഒക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പാതി വഴറ്റിയപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിലോട്ട് എണ്ണയൊഴിച്ച് കടുകും അതേപോലെ ഉലുവയൊക്കെ ഇട്ട് കൊടുത്തു. സവാളയും തക്കാളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഇളക്കി. പിന്നെ മസാലപ്പൊടികളായ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാലയൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായി ചൂടായി വന്നപ്പോൾ പിഴിഞ്ഞു വെച്ച പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. തലയാണ് കേട്ടോ, ബാക്കി ഭാഗമൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ മസാല തേച്ച് വെച്ച മീനൊക്കെ ഇതാ ആ ഗ്രേവിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുഞ്ഞാവയും സ്വത്തും കൂടിയും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം നോക്കി ഞാൻ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീനൊന്ന് ഈ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ, ചെറുതായി ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ അരച്ച് വെച്ച തേങ്ങ കൂടി ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചില ദിവസങ്ങളിൽ ഞാൻ മീൻ കറി വയ്ക്കുമ്പോൾ തേങ്ങയുടെ കൂടെ കുറച്ച് ഒരു അരമുറി സവാള കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ടാണ് അരയ്ക്കാറുള്ളത്. അങ്ങനെ ഇതാ തേങ്ങയൊക്കെ ഒഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഞാൻ അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഇനി ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഉപ്പും മുളകും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പോൾ ഒരടുപ്പിൽ മീൻ കറി വയ്ക്കുമ്പോൾ തന്നെ ഞാൻ ഒരടുപ്പിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മധുരക്കിഴങ്ങും ചായയൊക്കെ സ്വത്തുവിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, മഴ പെയ്ത് തോർന്നിട്ടുണ്ട്. ചായയൊക്കെ കുടി കഴിഞ്ഞ് അടുക്കളയിൽ പോയപ്പോഴേക്കും കറിയൊക്കെ ഇതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ റെഡിയായി. അപ്പോൾ ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.